ഗ്രീൻ ധാര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ധാര. ഇന്ന് ഞാൻ ലക്ഷറി ലുക്കിലുള്ള ഒരു ഗ്രീൻ ആപ്പിളിൻ്റെ സോപ്പാണ് ചെയ്ത് കാണിക്കുന്നത്. അതിനായിട്ട് എടുത്തിരിക്കുന്ന ബേസാണിത്. ഏകദേശം 100 ഗ്രാമിൻ്റെ സോപ്പാണ് ചെയ്യുന്നത്. ട്രാൻസ്പെറൻറ്റ് ഗ്ലിസറിൻ ബേസ് 50 ഗ്രാമും ഗോഡ് മിൽക്ക് ബേസ് 50 ഗ്രാമും, അങ്ങനെ 100 ഗ്രാമിൻ്റെ സോപ്പാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അതിനായിട്ട് വളരെ തിന്നായിട്ട് സോപ്പ് ബേസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. ഇത്രയും തിന്നായിട്ട് ഇത് കട്ട് ചെയ്യാനുള്ള കാരണം സോപ്പിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി വളരെ പെട്ടെന്ന് മെൽറ്റ് ആകുന്നതിനും ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഈ ഗോഡ് മിൽക്കിൽ A, D, B12, B16, നിയാസിൻ എന്നിവയാൽ ഇത് സമ്പുഷ്ടമാണ്. സ്വാഭാവികമായിട്ടുള്ളൊരു മോയ്സ്ചറൈസിങ്ങിനും സ്കിന്ന് സോഫ്റ്റ് ആകുന്നതിനും ഈ ബേസ് എടുക്കാനുള്ള കാരണം സെൻസിറ്റീവുകാർക്ക് വളരെ നല്ലൊരു ബേസാണിത്. സ്കിൻ ബ്രൈറ്റൻ കിട്ടുന്നതിനും ഇത് നല്ലതാണ്. ഇത് ഷിയ ബട്ടറാണ്. ഷിയ ബട്ടറിൽ വിറ്റാമിൻ A, E എന്നിവയാൽ സമ്പന്നമാണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി, എക്സിമ, ഡ്രൈ സ്കിൻ എന്നിവ കുറയ്ക്കും. അതിനാണ് ഷിയ ബട്ടർ നമ്മളിതിൽ ചേർക്കുന്നത്. ഷുഗറാണ് ഞാൻ അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് നാച്ചുറൽ എക്സ്ഫോളിയൻ്റ് ആണ്. പതിയെ വർദ്ധിപ്പിക്കും, മോയ്സ്ചറൈസ് എഫക്റ്റ് കിട്ടുകയും ചെയ്യും. നെക്സ്റ്റ് കളറാണ്. ഈ കളറ് 3 നിറങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 പൗഡറും 1 ലിക്വിഡ് കളറും. ഇത് 3 ഒരു ഗ്രീൻ ആപ്പിളിൻ്റെ ഒരു ലുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഈ 3 കളർ കോമ്പിനേഷനിൽ എടുത്തിരിക്കുന്നത്. അടുത്തത് ഹണിയാണ്. ഹണി ഇത് വൈറ്റമിൻ ഇ ഓയിൽ, ഗ്രീൻ ആപ്പിളിൻ്റെ എക്സ്ട്രാക്റ്റ്. ഇത് ഹണിയാണ്. നാച്ചുറൽ ആൻഡ് ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ, മുഖക്കുരു സാധ്യതയുള്ളവർക്കും സ്കിൻ ബ്രൈറ്റനിങ്ങിനും പാടുകൾ മാറുന്നതിനും ഹണി ബെസ്റ്റാണ്. സ്ട്രോങ് ഹ്യൂമക്റ്റൻ്റ് ആണ്. ഈർപ്പം നിലനിൽക്കുന്നതിനും നാച്ചുറൽ ആൻഡ് ബ്രൈറ്റനിങ് ഏജൻ്റാണ് ഹണി. അടുത്തതായിട്ട് വൈറ്റമിൻ ഇ ഓയിലാണ്. ഇത് ശക്തമായൊരു ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഏജിങ്, റിങ്കിൾസ് മാറാനും സ്കിൻ കെയർ ചെയ്യുന്നതിൽ ബോഡിയിലെ വാട്ടർ കണ്ടന്റിനെ നിലനിർത്തുന്നതിനും വൈറ്റമിൻ ഇ ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. അതിനാണ് ഞാൻ സോപ്പിലേക്ക് ഈ വൈറ്റമിൻ ഇ ഓയിൽ ഉപയോഗിച്ചേക്കുന്നത്. അടുത്തതായിട്ട് എക്സ്ട്രാക്റ്റ് ആണ്. അത് ഗ്രീൻ ആപ്പിൾ എക്സ്ട്രാക്റ്റ് ആണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചേക്കുന്നത്. വൈറ്റമിൻ സി, ആൻറ്റി ഓക്സിഡൻറ്റ് എന്നിവയാൽ ഈ ഗ്രീൻ ആപ്പിൾ എക്സ്ട്രാക്റ്റ് സമ്പന്നമാണ്. നേരിയ ആസ്ട്രജന്റ് ഈ ഗ്രീൻ ആപ്പിൾ എക്സ്ട്രാക്റ്റിൽ അടങ്ങിയിട്ടുണ്ട്. ചർമ്മത്തെ ഇത് പുനർജീവിപ്പിക്കുന്നു. അതിനാണ് ഈ എക്സ്ട്രാക്റ്റ് ഞാൻ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഗ്രീൻ ആപ്പിൾ ഫ്രാഗ്രൻസ് ആണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഇത് ഡ്രോപ്പായിട്ട് 100 ഗ്രാമിന്റെ സോപ്പായതുകൊണ്ട് ചെറിയ ഡ്രോപ്പായിട്ട് ഉപയോഗിക്കാൻ ഈ ടൂൾ ഞാൻ ഇതിൽ ഉപയോഗിച്ചത്. ഈ ഫ്രാഗ്രൻസ് ഇതിൽ യൂസ് ചെയ്യാനുള്ളൊരു കാരണം ഫ്രൂട്ടിന്റെ, അതായത് ഗ്രീൻ ആപ്പിളിന്റെ നല്ല ഒരു ഫ്രഷ് ഫ്രൂട്ടിന്റെ സ്മെല്ല് നമുക്ക് ഇതിൽ കിട്ടുന്നതാണ്. എല്ലാവരും ഏകദേശം ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലും കൂടി, നാച്ചുറൽ ഒരു സ്മെല്ലാണ്. അതിനാണ് ഞാൻ ഈ ഫ്രാഗ്രൻസ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇത് ഗോൾഡ് പൗഡർ ആണ്. ഈ ഗോൾഡ് പൗഡർ നമ്മൾ ഗ്രീൻ ആപ്പിൾ സോപ്പിൽ ഉപയോഗിക്കുന്നത് ഒരു ലക്ഷറി ലുക്ക് കിട്ടാനും തിളങ്ങുന്ന എഫക്റ്റ് കിട്ടാനുമാണ്. സ്കിൻ ബ്രൈറ്റന് എക്സ്ട്രാ ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നതിനുമാണ് നമ്മൾ ഈ ഗോൾഡ് പൗഡർ ഞാനിതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഞാൻ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്യുകയാണ്. വളരെ തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് സോപ്പ് വളരെ ഫാസ്റ്റായിട്ട് അത് മെൽറ്റ് ആവുന്നതായിട്ട് കാണാം. ആ മെൽറ്റ് ആകാൻ വെച്ചതിനകത്ത് ഞാനൊരു ചെറിയ പീസ് കൂടി അരിയാതെ, കട്ട് ചെയ്യാതെ ഒരു പീസ് ഇട്ടിട്ടുണ്ട്. അത് ഇടാനുള്ള കാരണം, അത് മെൽറ്റ് ചെയ്യുമ്പോൾ അത് കാണാവുന്നതാണ്. അത് ഇടാനുള്ള കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തിന്നായിട്ടുള്ളത് വളരെ ഒരേപോലെ ഇത് മെൽറ്റ് ആവും. അങ്ങനെ മെൽറ്റായി ഒരേപോലെ പോയി കഴിഞ്ഞാൽ സോപ്പിൻ്റെ ക്വാളിറ്റി പോവും. അതിനാണ് ഒരെണ്ണം അലിയാതെ ഒരു പീസ് ഇട്ടിട്ടുണ്ട്. അതായത് നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് ഒരു ലാസ്റ്റ് ഫൈനലിലേക്ക് എത്തുമ്പോഴത്തേക്കിന് അത് തന്നെ മെൽറ്റ് ആയിക്കൊള്ളും. കാരണം ആ ചൂട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്ട്രാ ഒരു ചെറിയ പീസ് കൂടെ അതിനകത്ത് ഞാൻ ഇട്ടേക്കുന്നത്. മെൽറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒരെണ്ണം എക്സ്ട്രാ അതിനകത്ത് കിടപ്പുണ്ട്. അത് ചൂട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇട്ടേക്കുന്നത്. ഈ മെൽറ്റ് ആൻഡ് പോർ സോപ്പ് നമ്മൾ ചെയ്യുമ്പോൾ ഞാനിതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് ഒരു 30 ഡിഗ്രി 32 ഡിഗ്രി ആയപ്പോൾ ഒരു ഹാഫോളം അത് മെൽറ്റ് ആയിട്ടുണ്ട്. 50 ഡിഗ്രി ചൂടിലേക്ക് എത്തുമ്പോൾ അത് ഫുള്ള് ബേസ് മെൽറ്റ് ആയിട്ടുണ്ടാവും. അതല്ലാതെ നമ്മൾ വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ മെൽറ്റ് ചെയ്യാൻ പോയാൽ, കൂട്ടുകാർ ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, 100 ഡിഗ്രിക്ക് മേലെ പോയാലും അത് മെൽറ്റായി വരത്തില്ല. പകുതി മെൽറ്റ് ആവും, പകുതി മെൽറ്റ് ആകാതെ കിടക്കും. അത് തന്നെയല്ല, നമ്മൾ ഇതുപോലെ ബേസ് നമ്മൾ മെൽറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ അത് തനിയെ മെൽറ്റ് ആയിക്കോളും. വളരെ തിന്നായിട്ട് അരിഞ്ഞാൽ തനിയെ മെൽറ്റ് ആയിക്കോളും. ഇപ്പോൾ ഗോഡ് മിൽക്ക് ആയതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് മെൽറ്റ് ആയത്. ചില ബേസ് കുറച്ച് എല്ലാം കൂടെ കട്ട പിടിച്ചു പോകും. കാരണം ബേസിൻ്റെ ക്വാളിറ്റി അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതായതുകൊണ്ട് ആ ബേസിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ടാണ്.
ആ കട്ട പിടിച്ച് പോയി കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒന്നിച്ച് കട്ട പിടിച്ചാൽ മെൽറ്റ് ആവുന്നതിൻ്റെ ടൈം എല്ലാം തെറ്റിപ്പോവും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ മെൽറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട്, ഇത് കുറച്ചുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ളത്. അതല്ല, കൂടുതൽ അളവിൽ വെക്കുമ്പോൾ നമ്മളത് മെൽറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ തുടങ്ങി സ്പീഡിൽ മിക്സ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ മുഴുവൻ കട്ടയായിട്ട് പോകും, അതിൻ്റെ ടൈം തെറ്റിപ്പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഞാൻ മെൽറ്റ് ചെയ്തത് ഒരു അരിപ്പയിൽ ഞാൻ അരിച്ചിട്ടാണ് മറ്റൊരു ജഗ്ഗിലേക്ക് വെച്ചിട്ടുള്ളത്. അങ്ങനെ വെക്കാനുള്ള കാരണം അതിലെന്തെങ്കിലും കരടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ഫീല് മറ്റ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി എടുത്ത് വെച്ചേക്കുന്ന ഇൻഗ്രീഡിയൻസ് വളരെ ഫാസ്റ്റായിട്ട് അതിൽ ചേർക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ എല്ലാം ഡീറ്റെയിൽസും ഞാൻ എഴുതുന്നതാണ്. കൂട്ടുകാർക്ക് അത് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. എന്നിട്ട് ഷിയ ബട്ടർ, ഹണി, ഷുഗർ എല്ലാം ഞാൻ ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് വെച്ചേക്കുന്ന എല്ലാം ഞാൻ ഫാസ്റ്റായിട്ട് അതിൽ ചേർത്തിട്ടുണ്ട്. ഫ്രാഗ്രൻസ്, കളർ, എക്സ്ട്രാക്റ്റ് അടക്കം ഇതിൽ ചേർത്തിട്ടുണ്ട്. കളർ 3 കളർ ചേർത്തേക്കുന്ന നല്ലൊരു കളർ കോമ്പിനേഷൻ കിട്ടാനായിട്ടാണ്. നമ്മൾ കളർ ഓരോ സോപ്പിനും ചെയ്യുമ്പോൾ, ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ ആണെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ കളറിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് നല്ലൊരു കളർ എത്തിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ആ സോപ്പ് നല്ല ഡിമാൻഡാണ്. ഇപ്പം ഗ്രീൻ ആപ്പിൾ ആണെങ്കിൽ ആ ഗ്രീൻ ആപ്പിളിൻ്റെ കളറിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ചെറിയൊരു സോപ്പ് ആയതുകൊണ്ടാണ് നമുക്ക് ഏകദേശം ഒരു അളവ് ഞാൻ ഇട്ടേക്കുന്നത്. ഒരു 1 kg, ഒരു 1/2 kg ഒക്കെയാണ് കൃത്യമായ മെഷർമെൻറ്റിൽ നമ്മൾ ആ സോപ്പ് ചെയ്യുമ്പോഴാണ്. ഇതിനകത്ത് ചേർക്കുന്ന പൗഡർ ആണെങ്കിലും ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും നമ്മൾ ഒരു വട്ടം സോപ്പ് ചെയ്യുമ്പോൾ എത്രയാണോ അളവിൽ നമ്മൾ ചെയ്തത് അത് തന്നെ കീപ്പ് ചെയ്യണം. അതല്ലെങ്കിൽ പിന്നീട് സോപ്പ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കളറ്, അതിൻ്റെ ടെക്സ്ചർ എല്ലാം മാറിപ്പോകും. അതുകൊണ്ട് സോപ്പ് ഉണ്ടാക്കുന്ന കൂട്ടുകാർ എപ്പോൾ സോപ്പ് ചെയ്താലും അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ട് അതെല്ലാം ഒന്ന് മെൻഷൻ ചെയ്ത് വെച്ചിട്ട് വേണം സോപ്പ് ചെയ്യാനായിട്ട്. ഇതിന് ഞാൻ വളരെ വേഗത്തിൽ തന്നെ ഷുഗർ ആഡ് ചെയ്തേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കട്ടയാവും. ഷുഗർ വളരെ കുറഞ്ഞ അളവിൽ ചേർക്കാൻ പാടുള്ളൂ. ഹണിയും ഷുഗറും ഒരു ക്രീമി ലുക്കാണ് നമ്മുടെ മെൽറ്റ് ആൻഡ് പോർ സോപ്പിന്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു പത കിട്ടാനൊക്കെ ആയിട്ടാണ് ഞാൻ ഹണിയും ഷുഗറും ഇതിലേക്ക് ആഡ് ചെയ്തേക്കുന്നത്. ഇനി വളരെ ഫാസ്റ്റായിട്ട് ഞാൻ മോൾഡിലേക്ക് മാറ്റുകയാണ്. 2 മണിക്കൂറിന് ശേഷം നമുക്ക് അൺമോൾഡ് ചെയ്യാവുന്നതാണ്.